പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഈ ധന്യമായ നിമിഷത്തിൽ നിങ്ങളെ ഏവരെയും ക്രിസ്തുയേശുവിൽ ഉള്ള സ്നേഹവന്ദനത്തെ ക്രൈസ്റ്റ് കോഴ്സ് മിനിസ്ട്രീസിൻ്റെ നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെ എല്ലാ അവസ്ഥകളിലും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നിങ്ങളുടെ മേൽ അധിവസിക്കുമാറാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനായി 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്ത് മാത്രമേ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളെ ബന്ധിക്കുന്ന, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ബന്ധിക്കുന്ന, നിങ്ങളെ മുൻപോട്ട് വിടാതെ വണ്ണം അന്ധകാരമിടുന്ന ദുഷ്ടവ്യാപാരങ്ങളെ നീക്കുവാൻ, നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയ ദൈവജനമേ, നിങ്ങൾ അധിവസിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന, നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളെ ബന്ധിക്കുന്ന ദുഷ്ട അന്യായ വ്യാപാരങ്ങളെ നീക്കി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെടുത്തുന്നവരായിത്തീരണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ നിങ്ങൾ സകലത്തിലും സ്വതന്ത്രരായിത്തീർന്ന് ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. പറയുന്നത് കർത്താവ് ആത്മാവാകുന്നു. കർത്താവ് ആത്മാവാകുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കാതെ ജീവിക്കുന്നവർ പരിശുദ്ധാത്മാവിന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ഇനി നിമിഷം നിങ്ങളൊന്ന് മനസ്സിലാക്കണമേ, ആത്മാവുണ്ടെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനിടയാണ്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അന്നേരം കർത്താവിൻ്റെ സാന്നിധ്യം ആത്മാവായി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ, പരിശുദ്ധാത്മശക്തി നിങ്ങളുടെ മേൽ കടന്നു വന്നാൽ നിങ്ങൾ സകലത്തിലും സ്വാതന്ത്ര്യം അനുഭവിക്കുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ ഇടയാകരുത്. ദൈവത്തിൻ്റെ ആത്മാവിനെ വിമർശിക്കുവാനിടയാകരുത്. നിങ്ങൾക്ക് പ്രാപിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളത് പ്രാപിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ പരിഹസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ബന്ധനം വരുത്തി വയ്ക്കുകയാണ്. ആ വീഴുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ ബന്ധിതരായിത്തീരുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ നിന്നുള്ള സ്വാതന്ത്ര്യം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന് നിങ്ങൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരായി തീർന്നു. പ്രിയ ദൈവജനമേ, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവ് കർത്താവിൻ്റെ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കി നാം ആ ആത്മാവിനെ പ്രാപിക്കുവാൻ നാം ഇന്ന് പകൽക്കാലം ഇടയായിത്തീർന്നു. പ്രിയ ദൈവജനമേ, അവൻ നമ്മൾക്ക് ആത്മാവിനെ നൽകി തരുവാൻ, നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ അവൻ ചാട്ടവാറാൽ അടിയുണ്ട് കാൽവരി ക്രൂശിന്മേൽ കാരിലും പാണികളാൽ ബന്ധിക്കപ്പെട്ട് അവൻ നമ്മൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞു എങ്കിൽ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയ വാസം ചെയ്യുന്നു എങ്കിൽ പ്രിയ ദൈവജനമേ, നമ്മൾ ആത്മാവിനെ പ്രാപിക്കുന്നവരായിത്തീരണം. ഈ ലോക ജീവിതത്തിൽ നിങ്ങളുടെ ദൃഷ്ടിക്ക് മറഞ്ഞിരിക്കുന്ന, നിങ്ങളെ അന്ധകാരത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പൈശാചിക വ്യാപാരങ്ങൾ, നിങ്ങളുടെ തലമുറകളെ ബന്ധിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങൾ,
മയക്കുമരുന്നായിക്കോട്ടെ, ഈ ലോകത്തിലെ മ്ലേച്ഛതകളായിക്കോട്ടെ, ഇവയിൽ നിന്നൊക്കെയും വിടുവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ തലമുറകളെ വരിഞ്ഞു മുറുക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് അവർ മോചിതരാകുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തി നിങ്ങളുടെ തലമുറകളെ വളർത്തുവാൻ നിങ്ങൾക്ക് ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം മുതൽ ചിന്തിക്കാം. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. പൗലോസിനെയും ശീലാസിനെയും വളരെ അടുപ്പിച്ച് ദണ്ഡിപ്പിച്ച് അവരെ സൂക്ഷ്മത്തോടെ കാക്കുവാൻ കാരാഗ്രഹ പ്രമാണിയോട് കൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ അടുത്ത ഭാഗത്തിൽ പറയുന്നുണ്ട്, അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിൽ ഇട്ട് പൂട്ടി. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാൽ ആമത്തിലിട്ട് ബന്ധിച്ച് പൂട്ടി ഇടുവാൻ ഇടയായിത്തീരുന്നു. എന്താണ് കാരണം? അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചു പറയുന്നവരായിരുന്നു. ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരിൽ കൂടി അത്ഭുതങ്ങൾ നടക്കുന്നു. പ്രിയ ദൈവജനമേ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ, ക്രിസ്തുവിനെ ആര് വിളിച്ചു പറയുന്നു, അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും. അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ലോകത്തിൻ്റെ ശക്തികൾ അസ്വസ്ഥരായി തീരുവാനിടയായിത്തീരും. പൗലോസിനെയും ശീലാസിനെയും അവരുടെ രണ്ടുപേരുടെയും കാൽ ആമത്തിലിട്ട് പൂട്ടി, തടവിലാക്കി ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അവർ ദൈവത്തെ പാടി സ്തുതിക്കുവാനിടയായിത്തീർന്നു. ആമത്തിൽ കാൽ പൂട്ടിയിട്ടിരിക്കുന്നുവെങ്കിലും ബന്ധനത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും അവരുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിൻ്റെ ആത്മാവ് സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാകയാൽ അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ സ്വതന്ത്രരായി ആത്മാവിനാൽ ആരാധിക്കുവാനിടയായിത്തീർന്നു. പ്രിയ ദൈവജനമേ, ആത്മാവിൽ ആരാധിക്കുമ്പോൾ ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന, നിങ്ങളുടെ കൈകാലുകളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അറ്റുപോകുവാൻ പരിശുദ്ധാത്മാവിനാൽ ഇടയായിത്തീരും. ഇന്നീ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വസിക്കുമ്പോൾ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന, നിങ്ങളെ ത്രസിക്കുന്ന സകലവിധമായ രോഗബന്ധനങ്ങളും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അഴിയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ അത് നിങ്ങളെ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. പ്രിയ ദൈവജനമേ, നിങ്ങൾ ദൈവത്തിന് നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തിയാൽ അവൻ നിങ്ങളോടുകൂടെ വസിക്കുന്ന ദൈവമാണ്. അവൻ സ്വാതന്ത്ര്യത്തെ നിങ്ങൾക്ക് നൽകിത്തരുന്ന ദൈവമാണ്. പറയുന്നത്, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, അവരുടെ ചങ്ങല അഴിഞ്ഞ് വീണു. പൗലോസും ശീലാസും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി ആരാധിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേലുള്ള ചങ്ങല അഴിഞ്ഞു പോകുവാനിടയായിത്തീർന്നു. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന, ബന്ധിക്കുന്ന സകല അവസ്ഥകളിൽ നിന്നും സ്വാതന്ത്ര്യം തരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുമ്പോൾ അതിനെ നിങ്ങൾ പ്രാപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകുവാനിടയായിത്തീരും. പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ അവരുടെ ശരീരത്തിലെ ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു കളഞ്ഞുവെങ്കിൽ, അവരുടെ ബന്ധിച്ചിരുന്ന കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. പ്രിയ ദൈവജനമേ, നിങ്ങളെ ബന്ധിക്കുന്നത് ആര് എത്ര ശക്തന്മാർ ബന്ധിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ബന്ധിക്കുന്ന സകല ബന്ധനങ്ങളിൽ നിന്ന് പകൽക്കാലം നിങ്ങളെ അഴിക്കുക തന്നെ ചെയ്യും. നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ദൈവിക സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇറങ്ങുകയാണ്. ദൈവിക ശക്തി നിങ്ങളുടെ മേൽ പകരുകയാണ്. പൗലോസിനും ശീലാസിനും അനുഭവിക്കുവാൻ കഴിഞ്ഞ സ്വാതന്ത്ര്യം
പ്രിയ ദൈവജനമേ, ആത്മാവിന് വിധേയപ്പെട്ടു കൊടുക്കുന്നവൻ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിൽ നടക്കുവാനിടയായി. നിങ്ങളെ ബന്ധിക്കുന്ന സകല അന്യായപ്പോരുകളും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഴിയുകയാണ്. ഇന്ന് പകൽക്കാലം അത്ഭുതത്തിന്റെ പകൽക്കാലമാണ്. നിങ്ങളെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി കൊടുത്താട്ടെ. നിങ്ങളുടെ രോഗബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം അഴിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ദൈവത്തിന്റെ ശക്തിയാൽ രോഗബന്ധനങ്ങൾ അഴിയുകയെന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ട്. ആത്മാവ് സ്വാതന്ത്ര്യം നൽകുന്നതാണ്. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, ആത്മാവിന് വിധേയപ്പെട്ട് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവികമായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെ സൗഖ്യമാക്കിയ ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് ആത്മാവിനെ പ്രാപിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ പൊന്നുകർത്താവേ, കർത്താവെ, ആത്മാവ് സ്വാതന്ത്ര്യം നൽകുന്നതും കർത്താവ് ആത്മാവാകുന്നു എന്നുള്ളതും മനസ്സിലാക്കി കർത്താവിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം, ആത്മാവിന് വിധേയപ്പെടുവാൻ തക്കവണ്ണം ഈ വചനം ശ്രവിച്ച ഓരോ വ്യക്തിയും ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അവരോട് കൃപ കാണിക്കണമേ. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ അവരുടെ കൈകാലുകൾ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട്, ആമത്തിൽ കാലുകൾ ബന്ധിക്കപ്പെട്ട് അവസ്ഥയിലും അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വിടുതൽ അയച്ച ദൈവം അവരുടെ സ്വതന്ത്രരാക്കിയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം ബന്ധനാവസ്ഥയിലിരിക്കുന്ന ഈ വചനം ശ്രവിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, അവരുടെ തലമുറകളുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നസ്രയനായ യേശുവിൻ്റെ നാമത്തിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ആത്മാവിൻ്റെ ശക്തി ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഇവരുടെ കുടുംബത്തിൽ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആത്മാവിനെ പ്രാപിക്കുന്ന പകൽക്കാലമായി മാറട്ടെ. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും തോന്നിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അത്ഭുതങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം. ആത്മാവ് നിങ്ങളെ സ്വതന്ത്രരാക്കിയതിനായി സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.